ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്നൊരു നമ്മുടെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ ഏകദേശം ഈ കൊല്ലം കൊണ്ട് താഴ്ത്തിറങ്ങും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ CPM ഭരണം ഇനി തുടർന്ന് ഉണ്ടാവില്ല, പകരം UDF ഭരണത്തിൽ കയറുമെന്നാണ് നമ്മുടെ കേരളയുടെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഇലക്ഷൻ സമയത്ത് UDF പോലും കറക്റ്റ് അവരങ്ങനെ മുന്നോട്ട് വന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് പോലും ഒരു നിശ്ചയമില്ലായിരുന്നു എന്താണ് UDF ഈ മന്ത്രി കസേരയിലോട്ട് വരും, UDF ഭരണമായിരിക്കും എന്നുള്ളത്. പക്ഷെ അതേസമയം പിണറായിക്ക് നല്ല നിശ്ചയം ബോധ്യം ഉണ്ടായിരുന്നു, എന്താണ് ഞങ്ങൾ 3.0 മൂന്നാമത്തെ തവണയും വരുമെന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഏകദേശം നമുക്കൊരു ധാരണ എത്തിയിരിക്കുകയാണ്. മെയ് 4-നാണ് എന്താണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം എന്താണ് കോൺഗ്രസിന്റെ ഇടയിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി CPM ഇടയിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിന് സംശയമൊന്നുമില്ല. 3.0 പിണറായി വിജയൻ സർക്കാർ 3.0 വരുവാണെങ്കിൽ ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അടുത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു പിണറായി വിജയൻ വീണ്ടും 3.0 വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാവി അധോഗതിയാകും. കേരളത്തെ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സോംബിയെ പോലെ, നമ്മുടെ കൊച്ചിയിലാണ് സോംബിയെ പോലെ ഡ്രഗ്സ് ആണെന്ന് തോന്നുന്നു അടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അമേരിക്കയിലെ സോംബി നഗരം എന്താണ് കേരളത്തിൽ വരാൻ സമയം അധികം വിദൂരമല്ല. ഞാൻ ഇതിനു മുമ്പും എന്താണ് ഈ ഒരു കൊച്ചി എന്താണ് നമ്മുടെ ലഹരിയുടെ ഹബ്ബായി മാറിയതിനെ കുറിച്ച് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോസിൽ നിരന്തരമായിട്ട് ഈ വക വാക്കുകൾ യൂസ് ചെയ്ത കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് ആ വീഡിയോ ഓടാൻ സാധിച്ചില്ല, മോണിറ്റൈസേഷൻ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സർക്കാർ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ അതിന്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം എന്താണ് ഒരു ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കോർപ്പറേഷന്റെ അണ്ടറിലുള്ള ഈ കെട്ടിടങ്ങളിലാണ് ഇതുപോലെയുള്ള പല പല ഈ വസ്തുക്കൾ വിൽക്കുന്നത്. അതുപോലെ തന്നെ ഒക്കെ പരസ്യമായിട്ട് അവിടെ ഉപയോഗിക്കുന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്നിട്ടും അപ്പൊ ഒന്ന് ആലോചിക്കണം, കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഒരു ബംഗാളി വന്നിട്ട് മറുനാടന് ബൈറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് പോലീസ് ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല, 10,000-40,000 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈസി ആയിട്ട് ഊരിപ്പോരുന്നു. അപ്പൊ അത്ര ലാഘവത്തോടെയാണ് പറഞ്ഞത്. കൊച്ചിയൊക്കെ എന്റെ ഹബ്ബായിട്ട് മാറി. നേരത്തെയൊക്കെയാണ് പഞ്ചാബ് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പം അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ് മാറിപ്പോവും. അപ്പൊ ഇങ്ങനെ ഒരു 3.0 വരുവാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുമെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു എങ്ങോട്ടോ കാടി കയറി. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആരാകും അടുത്ത ഒരു മുഖ്യമന്ത്രി. CPM വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2-3 പേരുകളിൽ ശശി തരൂരിന്റെ പേരുണ്ട്. പക്ഷെ ഓഫ്കോഴ്സ് നമുക്കറിയാം ശശി തരൂർ ഒന്നും ഒരിക്കലും ആകത്തില്ല. പിണറായി വിജയൻ അത് കൺഫേം ആണ്, അത് ഒരിക്കലും അതങ്ങനെ മാറത്തില്ല. പിണറായി വിജയന്റെ കാലം കണ്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ, വലിയ സംശയമുണ്ട്, ഒരു സംശയമില്ല. പിന്നെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു എന്ന് പറഞ്ഞാൽ BJP ആണ്. BJP എന്ന് പറഞ്ഞാലും നമുക്കറിയാം അവർക്ക് തന്നെ ഒരു 1-2 സീറ്റ് കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞിരിക്കുന്നു. പാലക്കാടിലെ ശോഭാ സുരേന്ദ്രന്റെ സീറ്റ് മാത്രമേ ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതും നമുക്ക് ഊഹമില്ല. അപ്പം കേരളത്തിൽ താമര വിരിയത്തില്ല, 1-2 താമര വിരിഞ്ഞെന്നാവും. അപ്പൊ അവർക്കറിയാം അവരെന്നാണേലും BJP ഒരിക്കലും BJP സർക്കാർ ഇവിടെ വരത്തില്ലെന്നുള്ള കറക്റ്റായിട്ട് അറിയാം. പിന്നെ ഉള്ളതെന്നാണ് കോൺഗ്രസ് ആണ്. കോൺഗ്രസിലാണെങ്കിൽ നമുക്ക് 2-3 പേരുടെ പേര് എടുത്തു പറയുന്ന KC വേണുഗോപാല്, നമ്മുടെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ VT സതീശൻ. അപ്പം ഇവരിൽ ആര് എന്നുള്ളൊരു ചോദ്യം ഒന്നും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെന്നുള്ള ഒരു പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തോണ്ട് കാണുക. പിന്നെ ലൈക്ക് തീർച്ചയായിട്ടും കാണാം. കുറെ നാളായിട്ട് വീഡിയോകളൊന്നും ഓടാതിരിക്കുകയാണ്. അപ്പൊ കാണുന്നവര് മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഇവര് മൂന്നിലെടുത്ത് നോക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ നമുക്കറിയാം എന്താണ് പ്രചരണത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് അദ്ദേഹം ഒരു അങ്ങനെ വലുതായിട്ട് ഒരു സ്ഥാനമാനങ്ങളിൽ അലങ്കരിക്കുന്നില്ല. കുറെ നാൾ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഈ ഇലക്ഷൻ സമയത്ത് പ്രചരണത്തിന് ഇറങ്ങിയത്. പിന്നെ VT സതീശനെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു പ്രവർത്തകനാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് അദ്ദേഹമാണ്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം എന്നാണ് ഇതിൽ നിന്ന് മാറി നിന്നെങ്കിൽ പോലും സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും പുള്ളി അടിച്ച ഓരോരോ ക്യാപ്സ്യൂളും അതിഗംഭീരമായിരുന്നു. അത് കൊള്ളന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതാണ്, ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താണ് VT സതീശൻ എന്ന് പറഞ്ഞാൽ എന്താണ് നന്നായിട്ട് ജെൻസുകളുടെ പൾസ് അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഒരു മുഖവും നോക്കാതെ ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു പോരായ്മ, ഡീമെറിറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് മുൻകോപമാണ്. എന്താണ് നമ്മുടെ പല സമയത്തും മീഡിയാസ് വന്നിട്ട് വോട്ടർ പട്ടിക ലിസ്റ്റ് ചോദിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ലിസ്റ്റ് പുറത്ത് വിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു ഇത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പിണങ്ങുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം മാറ്റി
കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ലാത്ത നിലപാടാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ട ഒരു തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഇപ്പം ഈ ഒരു അവസരത്തിൽ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ ഈ ഇലക്ഷന് നിർത്തുവായിരുന്നെങ്കിൽ അത് CPM-ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ആയുധമായിരുന്നു. അവർ ശരിക്കും അത് തിരിച്ചടിക്കുമായിരുന്നു കേട്ടോ. അപ്പം അത് മാറ്റി നിർത്തിയതും ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാനും ഒക്കെ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി 2 മാസത്തിനകം രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കോൺഗ്രസിൽ തന്നെ കയറും. പിന്നീട് അദ്ദേഹത്തിന്റെ വിഷൻ, എന്റെ പൊന്നും മനുഷ്യരെ ഒരു രക്ഷയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതില് അദ്ദേഹം ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് എങ്ങനെ വളർത്തിയെടുക്കാം, GDP എങ്ങനെ താഴ്ന്നു പോയത് എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ എക്കണോമിക്സ് ആഡം സ്മിത്തിന്റെ എക്കണോമിക്സ് അതിന്റെ അതേ രീതിയിൽ പഠിച്ച് വിശകലനം ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നളിയ ഒരു രക്ഷയില്ല. അതുപോലത്തെ ഒരു വിഷൻ, അതുപോലത്തെ ഒരു പ്രസന്റേഷൻ കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് കറക്റ്റ് ആയിട്ട് പഠിച്ച് അത് അനലൈസ് ചെയ്ത് നമ്മളെ അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുന്നില്ല. അന്ന് പിന്നെ കരിക്കുലത്തെ കുറിച്ച് പറയണം, വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയെ കുറിച്ചൊക്കെ എന്തുമാത്രം ഒരു വിഷനാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ മോഡേൺ കൾച്ചർ നിൽക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഒരു രക്ഷയില്ല, അമ്മാതിരി ഇതായിരിക്കും. പിന്നെ രമേശ് ചെന്നിത്തല, പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, വി.ഡി. സതീശനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിണറായി വിജയനെ പത്തി നോക്കി കൊട്ടുന്ന ഒരു ആൾക്കാരിൽ ഒരാളാണ് വി.ഡി. സതീശൻ. തുറന്നടിച്ച് പറയുക തന്നെ ചെയ്യും. അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും വി.ഡി. സതീശനുമാണെങ്കിലും ഒക്കെ തന്നെയാണ് തുറന്നടിച്ച് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിന് KC വേണുഗോപാലിനെ ആക്കണമെന്നാണ് ഒരു താല്പര്യം. അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനും അങ്ങനെ ആയിരിക്കും തോന്നുന്നു, അറിയില്ല. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറഞ്ഞത് കേട്ടോ, POV ആണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പൊ ഓക്കെ, നമുക്ക് രമേശ് ചെന്നിത്തലയിലോട്ട് വരുവാണെങ്കിൽ അദ്ദേഹം ഒരു അയ്യോപാവ ഒരു മനുഷ്യനാണ്. എല്ലാവരും എന്താണ് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അടിക്കേണ്ടടുത്ത് അടിക്കാൻ അദ്ദേഹം ഒന്ന് ബാക്കിലോട്ട് വഴിയുന്ന ഒരു സ്വഭാവമാണ്. അത് നമുക്ക് പറ്റത്തില്ല. ഇനി ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കുക തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം. നമുക്ക് ആഭ്യന്തരമടക്കം ഒരു MP പദവി അടക്കം ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. എന്നാൽ വി.ഡി. സതീശനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്നെയാണ് മുൻപരിചയം വളരെ കുറവാണ്. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല, മുൻപരിചയം വളരെ കൂടുതലുള്ള ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഇതാണ് വിഷയം, അദ്ദേഹം എപ്പോഴും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട്, അതിനൊരു നയതന്ത്രം ഉള്ളതുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചോദിക്കാതെ ഉള്ളിൽ ഒടുക്കി അങ്ങനെ ഒരു പോട്ടെ സാരമില്ല പോട്ടെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതിനി പറ്റുമെന്ന് തോന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് വികസനമാണ്, നല്ല ആശയങ്ങളാണ്, നമുക്ക് നല്ല സംരംഭങ്ങളാണ്. അതുവഴി നമുക്ക് ഓരോരുത്തരെ, പിന്നെ അതുപോലെ തന്നെ വി.ഡി. സതീശൻ കൂടെ തന്നെ ഒരു സംരംഭം എങ്ങനെയാകണം, ഒരു സംരംഭവൻ എങ്ങനെയാകണം, ചുമ്മാ കണ്ണി കണ്ടവർക്ക് സംരംഭം തുടങ്ങാൻ പറ്റുമോ, നമ്മളത് ചോദ്യങ്ങൾ പല ആവർത്തി സംരംഭം തുടങ്ങാൻ വരുന്നവരോട് ചോദിക്കണം. അത് ആ പ്രോജക്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാക്കണം, ആ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. കാരണം ഫൗണ്ടേഷൻ ക്ലിയർ ആണ്. നമുക്കറിയാം ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നിലകൾ പൊക്കിക്കൊണ്ടുവരാം. അതേസമയം ഫൗണ്ടേഷൻ ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് ആ കെട്ടിടം അധികം പോകാൻ പറ്റത്തില്ല, ചെരിവുകളൊക്കെ ഉണ്ടായിട്ട് അത് നശിക്കാൻ ഇതുണ്ട്. അപ്പം ആ ഫൗണ്ടേഷൻ കറക്റ്റ് ആകണം എന്നാണ് ഇവിടെ വി.ടി. സതീശൻ പറയുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ KC വേണുഗോപാൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം KC വേണുഗോപാലും നമ്മുടെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഇരിപ്പുവശം നോക്കുമ്പോഴത്തേക്ക് വളരെ അടുപ്പമുള്ളവരാണ് KC വേണുഗോപാലാണ്. അപ്പം പക്ഷെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാല് KC ഗോപാൽ മത്സരിച്ചിട്ടില്ല. ഇനി അഥവാ മത്സരിക്കണമെങ്കിൽ ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് ജയിക്കണം എന്നുള്ളൊരു ഇതുണ്ട്, ഒരു ക്ലോസ് ഉണ്ട്. അത് അത് വിജയകരമായി പൂർത്തിയാവുകയാണെങ്കിൽ വേണമെങ്കിൽ KC വേണുഗോപാലിനും ഇവിടെ ഒരു മുഖ്യമന്ത്രി പദവി ലഭിച്ചേക്കും. അപ്പം എന്താണേലും റിസൾട്ട് വന്ന ആദ്യത്തെ 5 മിനിറ്റിൽ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ ചെറിയ തിരുത്ത് വന്നേക്കാം. ഒരു പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ മീഡിയാസ് അടക്കം എടുത്ത് കൊട്ടിഘോഷിക്കാൻ ഒരു കാരണമായേക്കാം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു POV. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നെ കാണുന്നവരെ ബൈ.